നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ സംവാദത്തിന് വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി. സംവാദത്തിന് വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF റിപ്പോർട്ട് കാർഡ് പങ്കുവച്ചു, എന്നാൽ ഇതിൽ സംവാദമാകാം എന്നാണ് മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി. സർക്കാരിൻ്റെ A+ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഇതിൽ സംവാദമാകണോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുള്ളത്. ഈ വെല്ലുവിളി പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച വീടുകളുടെ അത്രയും പോലും 10 കൊല്ലം കൊണ്ട് LDF സർക്കാർ പണിതിട്ടില്ല എന്നാണ് സതീശൻ്റെ അവകാശവാദം. വിവിധ വകുപ്പുകൾ വഴി നടപ്പിലാക്കിയ ഈ പദ്ധതികളുടെ കൃത്യമായ കണക്കുകൾ LDF മന്ത്രിമാർ തന്നെ നിയമസഭയിൽ നൽകിയ മറുപടികളിലുണ്ട്. വികസന കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏത് തുറന്ന വേദിയിലും സംവാദത്തിന് താൻ തയ്യാറാണെന്ന് അദ്ദേഹം ഇന്നലെ വെല്ലുവിളിച്ചിരുന്നു. DYFI വയനാട്ടിലെ കോൺഗ്രസിൻ്റെ സ്ഥലത്ത് കുടിൽ കെട്ടി സമരം നടത്തിയാൽ അവരെ അടിച്ചോടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അത് ഞങ്ങൾ വാങ്ങിയ സ്ഥലമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അടിച്ചോടിക്കണം, ഞങ്ങളുടെ സ്ഥലമാണ്. നമ്മുടെ വീടിന്റെ അകത്ത് വന്ന് നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കുടിലേറ്റി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടിച്ചോടിക്കൂലേ? ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടിലേറ്റി സമരം ചെയ്താൽ അവിടെ അടിച്ചോടിക്കും. അതേസമയം SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയും. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ കോൺഗ്രസിന് പിന്നാലെ മൈക്രോസ്കോപ്പുമായി നടക്കുകയാണ്. PDP പിന്തുണ നൽകാൻ തീരുമാനിച്ചത് നിങ്ങൾ ആരെങ്കിലും ചർച്ചയാക്കിയോ? വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്താൽ മാത്രമാണ് പ്രശ്നമെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. PDP LDFന് പിന്തുണ നൽകിയപ്പോൾ PDP മതേതരവാദിയായി. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ SDPI പിൻവലിച്ചത് ആർക്ക് വേണ്ടിയാണ് എന്നറിയില്ല. SDPI പിന്തുണ ഉണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇതുവരെ മറുപടി നൽകിയിട്ടുമില്ല. എന്നാൽ SDPI പിന്തുണ വേണ്ട എന്ന് മുൻപ് പരസ്യ നിലപാടെടുത്തവരാണ് UDF എന്നും വി.ഡി. സതീശൻ പറയുന്നു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.